ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകരക്ഷിതാവും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ഒരു വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വേദഭാഗത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കെ ആയിരുന്നു എന്നവിടെ പറയുന്നു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ കർത്താവ് അവരോട് ഉപമകളായി സംസാരിക്കുകയും അവരോട് അടുത്ത് ഇടപഴകുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഒരിക്കൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഗലീലയുടെ കരയിൽ നിന്നും ഗലീല കടലിൻ്റെ അക്കരെയുള്ളതായ വിദൂരതയിലുള്ള ഗദരദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ ആഹ്വാനം ചെയ്തു. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ വേഗത്തിൽ അവർ പടകെല്ലാം ഒരുക്കി തങ്ങൾ അക്കരയ്ക്ക് പോകുവാൻ കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാനിടയായി തോന്നും. കർത്താവ് ശിഷ്യന്മാരും അവർ യാത്ര ചെയ്യുന്ന വേളയിൽ വലിയ കാറ്റും കോളും തിരമാലകളൊക്കെയും ആഞ്ഞടിക്കുവാൻ ഇടയായി തോന്നും. അപ്പോൾ ആ കാറ്റിനെയും കോളിനെയും ഒക്കെ അതിജീവിക്കുവാൻ സാധിക്കാതെ ഈ ശിഷ്യന്മാർ അവർ കർത്താവിനോട് നിലവിളിക്കുന്നതും കർത്താവ് കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കി തങ്ങൾ എത്തേണ്ടുന്ന ഇടത്ത് കർത്താവും ശിഷ്യന്മാരും എത്തിച്ചേരുന്ന ഭാഗങ്ങളൊക്കെയും നമുക്കവിടെ കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഗലീല കടലിൻ്റെ കരയിൽ നിന്നും വിദൂരതയിലുള്ളതാകുന്ന ഗദരദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ആ ദേശത്ത് ഒരു മനുഷ്യൻ, അവൻ പല ഭൂതങ്ങളാൽ ബന്ധിക്കപ്പെട്ടവനായി, മനോനില തെറ്റപ്പെട്ട, ആരെക്കൊണ്ടും പിടിച്ചു നിർത്താൻ സാധിക്കാത്ത, കല്ലറകളിൽ അന്തി ഉറങ്ങുന്ന, ചെങ്ങലകൾ കൊണ്ടും മറ്റും അവനെ ബന്ധിച്ചാൽ പോലും അവയൊക്കെ ഉരുമി ഒടിച്ചു കളയുന്ന, മറ്റുള്ള ആളുകൾക്ക് അസ്വസ്ഥത ഉളവാക്കുന്ന, ദേശത്ത് പാർക്കുന്ന ആളുകളെയൊക്കെയും ഉപദ്രവിക്കുന്ന, അവരെയൊക്കെ ശകാരിക്കുന്ന, പഴി പറയുകയും ശാപവാക്കുകൾ ഉച്ചരിക്കുന്ന ആ മനുഷ്യനെ അവൻ്റെ സുബോധം നൽകിക്കൊടുക്കുവാൻ, അവനെ സഹായിക്കുവാൻ, അവനെ ആശ്വസിപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കാത്ത സാഹചര്യത്തിൽ ആ മനുഷ്യനെ തേടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആ കടൽ താണ്ടി താൻ അക്കരെ കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ യാത്രാ മധ്യത്തിൽ വലിയ കാറ്റും കോളും തിരമാലകളാലും വലയുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് നേരെ ആഞ്ഞടിക്കുവാൻ ഇടയായി തീർന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ചു. ഉടനെ കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ വാക്ക് കേട്ട് തന്നോടുകൂടെ യാത്ര ചെയ്തു. എന്നാൽ അവിടെ വലിയൊരു കാറ്റടിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ ഈ കാറ്റും കോളും മുഖാന്തിരം ഈ ചെറുപടക് വല്ലാതെ നിയന്ത്രിക്കാൻ സാധിക്കാതെ കാറ്റും കോളും മുഖാന്തിരം വലയുന്ന, മുങ്ങിപ്പോകുന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ശിഷ്യന്മാർ പറയുകയാണ്, കർത്താവേ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് കർത്താവിനോട് പറഞ്ഞപ്പോൾ യേശു അവൻ എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിക്കുവാൻ ഇടയായി തീർന്നു. ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ ആശ്ചര്യപ്പെട്ട് അവർ അന്യോന്യം പറയുകയാണ്, കാറ്റും കടലും കൂടെ അനുസരിക്കുന്ന ഇവൻ ആർ എന്ന് പറഞ്ഞവർ ആശ്ചര്യപ്പെടുവാൻ ഇടയായി തീർന്നു. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അന്ത്യം വരെ നടത്തുവാൻ ശക്തൻ എന്ന് തിരുവെഴുത്ത് പറയുന്നു. നിങ്ങളെ വിളിക്കുന്ന യേശു വിശ്വസ്തനാണ്. നാം എത്തേണ്ടുന്ന ശുഭ തുറമുഖത്ത് നമ്മെ കൊണ്ട് എത്തിക്കുവാൻ യേശു മതിയായവനാണെന്ന് വേദപുസ്തകം പറയുന്നു. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ഈ ഗലീല കടലിൻ്റെ അക്കരെയുള്ളതായ ഗദരദേശത്തേക്ക് കടന്നു പോകുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ച ഒരു വിഷയം, അവിടെ ഒരു മനുഷ്യനുണ്ട്. അവൻ അനേക നാളുകൾ, വർഷങ്ങളായി അനേക ഭൂതങ്ങൾ ബാധിക്കപ്പെട്ടവനായി, മനോനില തെറ്റപ്പെട്ടവനായി, ആ ദേശത്തിന് ഭീഷണിയായി, എല്ലാവരെയും പഴി പറയുകയും എല്ലാവരെയും ദുഷിക്കുകയും അപകീർത്തി ഉളവാക്കുകയും അതുവഴി കടന്നു പോകുന്ന ആളുകളെയൊക്കെയും ശാപവാക്കുകൾ പറഞ്ഞ് അവരെ ഭീതിപ്പെടുത്തി ദേശത്തിന് തന്നെ വലിയ ഭീഷണിയായി നിൽക്കുന്ന
ഒരു മനുഷ്യൻ. അവനെ ചെങ്ങലയിട്ട് ബന്ധിക്കാൻ പോലും അവയൊക്കെ ഉരുമി ഒടിച്ച് കളയത്തക്ക വണ്ണമുള്ള ഒരു മനുഷ്യൻ. അവൻ്റെ പാർപ്പ് ഭവനങ്ങളിലല്ല, അവൻ്റെ പാർപ്പ് കല്ലറകളിൽ, ശവക്കോട്ടകളിലാണ് അവൻ കിടന്നുറങ്ങുന്നത്. അതിൻ്റെ സാരം അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് പൈശാചികമായ ആത്മാക്കളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഈ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവൻ്റെ വിഭ്രാന്തിയെ മാറ്റുവാൻ ആരെക്കൊണ്ടും സാധിക്കാതിരിക്കുമ്പോൾ ആ മനുഷ്യനെ എല്ലാവരും ഉപേക്ഷിച്ച്, സ്വന്തം കുടുംബത്തിലുള്ളവർ ഉപേക്ഷിച്ച്, ആ ദേശത്തുള്ള ആളുകൾ എല്ലാവർക്കും ഒരു തലവേദനയായി ഇരിക്കുന്ന ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കാതിരിക്കുമ്പോൾ ആ മനുഷ്യനെ ആ വിദൂരതയിൽ നിന്നുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാണുവാനിടയായി തീർന്നു. ആ പിശാചുക്കൾ ബാധിച്ചതായ മനുഷ്യൻ അവൻ ചെയ്യുന്ന ഒരു കാര്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ കല്ലെടുത്ത് അവൻ തൻ്റെ സ്വന്തം ശരീരത്തെ ചതച്ചുകൊണ്ടിരിക്കുക, ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വന്തം ബുദ്ധിയിലല്ല ഇതൊക്കെ ചെയ്യുന്നത്, എന്നാൽ അവനിൽ വ്യാപരിക്കുന്നതായ പൈശാചിക ശക്തികൾ അവനെ ഓരോ ദിവസവും കഴിയും തോറും കൂടുതൽ ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കുക. അവനെ മരണത്തിലേക്ക് നയിക്കുന്നതായ ഈ സാഹചര്യത്തിൻ്റെ മധ്യത്തിലൂടെ ആ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവൻ്റെ ഹൃദയത്തിൻ്റെ നിലവിളി കാതങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് യേശുക്രിസ്തു കാണുവാനും കേൾക്കുവാനും ഇടയായി തീർന്നു. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്കോ പുരുഷാരത്തിനോ ഒന്നും ആ മനുഷ്യൻ്റെ നിലവിളി കേൾക്കുവാൻ ഇടയായി തീർന്നില്ലെങ്കിലും യേശുക്രിസ്തു താൻ ആ മനുഷ്യൻ്റെ ഹൃദയംഗമായ നിലവിളി കാതങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് യേശു കേൾക്കുവാൻ ഇടയായി തീർന്നു. യേശുവിനോട് കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർക്കോ മറ്റു പുരുഷാരത്തിനോ ആർക്കും ഈ കിലോമീറ്ററുകൾക്ക് അകലെ നിൽക്കുന്ന ആ വ്യക്തിയുടെ നിലവിളി കേൾക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, അവനെ കാണാൻ സാധിക്കാതിരിക്കുമ്പോൾ യേശു അവനെ കാണുവാൻ ഇടയായി തീർന്നു. യേശുക്രിസ്തു അങ്ങനെ അവരെ ദേശത്ത് കടന്നു ചെല്ലുമ്പോൾ ഈ അനേക ഭൂതങ്ങൾ ബാധിച്ച ഈ മനുഷ്യൻ ഓടി കടന്നു വന്നിട്ട് യേശുവിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് കർത്താവിനോട് ആ ഭൂതങ്ങൾ ആ വ്യക്തിയിലൂടെ സംസാരിക്കുകയാണ്, നീ ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ണിപ്പിക്കുവാൻ കടന്നു വന്നിരിക്കുന്നുവോ? എന്നാൽ യേശു എന്തു ചെയ്തു? യേശു അതിൻ്റെ ഭൂതത്തെ ശാസിക്കുവാനിടയായി. യേശുവിൻ്റെ അധികാരമുള്ള ആ വാക്കിൻ്റെ മുമ്പിൽ ആ മനുഷ്യനിൽ വ്യാപരിച്ചിരുന്നതായ അനേക ഭൂതങ്ങൾ അവനെ വിട്ട് പോകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഇത്രയും നാൾ ഈ മനുഷ്യന് സുബോധമില്ലാതെ അവൻ കല്ലറകളിൽ പാർത്ത് അവൻ അസഭ്യം പറഞ്ഞ് പുലമ്പിക്കൊണ്ട് കടന്നു പോകുന്ന ഈ മനുഷ്യൻ, അങ്ങനെയുള്ളതായ ആ മനുഷ്യനെ തേടി കർത്താവായ യേശുക്രിസ്തു ആ ദേശത്ത് കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും തനിച്ചായി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആരാലും മാനിക്കപ്പെടാത്ത, എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ തനിയെ ആയിരിക്കുന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഈ മനുഷ്യനെ തേടി വന്ന യേശു നിങ്ങളെയും തേടി വരുന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. അവൻ നമ്മുടെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ് എന്നെയും നിങ്ങളെയും കാണുന്നു എന്ന് ഈ തിരുവെഴുത്ത് നമ്മോട് പ്രബോധിപ്പിക്കുക. അപ്പോൾ ആർക്കും വേണ്ടാതെ കടന്ന, ഭവനത്തിന് വേണ്ടാതെ കടന്ന, നാടിന് വേണ്ടാതെ കടന്ന, ആർക്കും ആവശ്യമില്ലാത്ത ഈ മനുഷ്യനെ യേശു എല്ലാവർക്കും ആവശ്യമുള്ളവനാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ അനേക ഭൂതങ്ങൾ ബാധിച്ച ഈ മനുഷ്യൻ അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് യേശുക്രിസ്തുവിൻ്റെയും തൻ്റെ ശിഷ്യന്മാരുടെയും അടുക്കൽ നിൽക്കുന്ന കാഴ്ചകൾ കണ്ട ആ ദേശത്തിലെ അനേക ആളുകൾ ഇത് കണ്ട് അമ്പരന്ന് പോകുവാൻ ഇടയായി തീർന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി തിരികെ തങ്ങളുടെ ദേശത്തേക്ക് തിരിക്കുമ്പോൾ ഈ സുബോധം വന്നവനായ ഈ മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് യേശുവിനോട് പറയുക, കർത്താവെ, ഞാനും നിന്നെ അനുഗമിച്ചു കൊള്ളട്ടെ, ഞാനും നിന്നോടുകൂടെ കടന്നു വരുന്നു എന്ന് യേശുവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് അവനെ അനുവദിക്കാതെ യേശു അവനെ അവൻ്റെ ഭവനത്തിൽ അവൻ്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിലേക്ക് പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു. ജീവിതത്തിൽ സംഭവിച്ചതായ ഏതൊക്കെയോ വൈഷമ്യങ്ങളുടെ അനുഭവത്തിൻ്റെ മധ്യത്തിൽ മനോനില തെറ്റപ്പെട്ടവനായ ഈ വ്യക്തി, സുബോധം നഷ്ടപ്പെട്ടവനായ ഈ വ്യക്തി, ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്നവനായ ഈ മനുഷ്യൻ അവനെ
സ്നേഹിക്കാനോ അവനെ കരുതാനോ അവനെ ചേർത്ത് പിടിക്കുവാനോ ആരും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സകലരും അവനെ ഉപേക്ഷിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ യേശു ക്രിസ്തു ആ മനുഷ്യനെ തന്നെ തേടി ആ ദേശത്ത് കടന്നു വന്ന് അവനെ സുബോധമുള്ളവനായി അവൻ്റെ ഭവനത്തിലേക്ക് തിരികെ പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു. അവിടെയുള്ളതാകുന്ന അവൻ്റെ ഭവനത്തിലെ അപ്പനും അമ്മയ്ക്കും അവരുടെ മകൻ നഷ്ടപ്പെട്ടു പോയിരുന്നു, ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിരുന്നു, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല പിതാവ് നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഈ നഷ്ടപ്പെട്ടു പോയ ഈ മനുഷ്യനെ സുബോധമുള്ളവനാക്കി യേശു അവൻ്റെ ഭവനത്തിലേക്ക് തിരികെ പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ഭവനത്തിലും ഇതേപോലെയുള്ളതായ ക്ലേശകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന് സുബോധം നൽകിക്കൊടുത്ത യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരുടെയും മനോനില യഥാക്രമമാക്കി തീർക്കുവാൻ, അവർക്ക് സുബോധം ഉള്ളവരാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും. ഇവിടെ നാം ചിന്തിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗത്തെപ്പറ്റിയാണ് ഇനി ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് ആ മനുഷ്യനെ അവന് സുബോധം നൽകിക്കൊടുത്ത് അവൻ്റെ ഭവനത്തിലേക്ക് അവനെ പറഞ്ഞയച്ചു. അപ്പം ആരെക്കൊണ്ടും പിടിച്ചു നിർത്താൻ സാധിക്കാത്ത, ആരെക്കൊണ്ടും അവൻ്റെ ആ അനുഭവങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ സാധിക്കാത്ത, നാടിന് മൊത്തം ഭീഷണിയായ, അതുവഴി കടന്നു പോകുന്ന ആളുകളെയൊക്കെയും പഴി പറയുന്ന, അവരെയൊക്കെ ശാപവാക്കുകൾ പറയുന്ന, മണ്ണും പൂഴിയും വാരിയെറിയുന്ന, ശവക്കല്ലറകളിൽ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യനെ യേശു സുബോധം നൽകിക്കൊടുത്ത് കർത്താവ് അവൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചു. ഇത് ചെയ്യുമ്പോൾ ആ ദേശത്തിലുള്ളതാകുന്ന ആളുകൾ അവർ തീർച്ചയായിട്ടും കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് കർത്താവിനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടതാണ്. ഈ മനുഷ്യനെ അവനെ യഥാസ്ഥാനപ്പെടുത്താൻ, അവന് സുബോധം നൽകി കൊടുക്കുവാൻ ഒരു വൈദ്യശാസ്ത്രത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല. അവനെ പിടിച്ചു നിർത്തുവാൻ ഒരു ചെങ്ങലകൾക്കും സാധിച്ചില്ല. എന്നാൽ കർത്താവെ, നീ അവൻ്റെ അടുക്കൽ കടന്നു വന്ന് അവന് സുബോധം നൽകി കൊടുത്തു. അവനെ മാത്രമല്ല അങ്ങ് രക്ഷിച്ചത്, മറിച്ച് അവൻ്റെ ഭവനത്തെ, അവൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ കുടുംബത്തെയും കർത്താവ് നീ രക്ഷിച്ചു എന്ന് പറഞ്ഞ് യേശുവിനെ മാനിക്കേണ്ടതായിരുന്നു. എന്നാൽ ആ ദേശത്തിലുള്ള ആളുകൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, നീ ഈ ഊർ വിട്ട് കടന്നു പോകണം, നീ ഈ പട്ടണം വിട്ട് കടന്നു പോകണം എന്ന് പറഞ്ഞ് കർത്താവിനെ തിരസ്കരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. എത്ര നല്ല ചെയ്താലും ഇഷ്ടപ്പെടാത്ത പല ആളുകളുണ്ട്. എത്ര നല്ല രീതിയിൽ നാം പെരുമാറിയാലും ഒരിക്കലും സന്തോഷത്തോടുകൂടെ ഒരു വാക്ക് പോലും പറയാത്ത പല ആളുകളും എൻ്റെ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ യേശുവിനോട് ഇവർ പറയുകയാണ്, നീ ഈ പട്ടണത്തിൽ പാർക്കാൻ പാടുള്ളതല്ല, നീ ദേശത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ് കർത്താവിനെ ശിഷ്യന്മാരെയും ഗദരദേശത്തു നിന്നും ഈ ആളുകൾ അവരെ നിന്ദിച്ച് പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരുടെ ഇടയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിച്ചില്ല. യേശു അവരുടെ ഇടയിൽ തന്നെ പാർക്കാതെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി പടക് കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നു. യേശുവിനോടുകൂടെ യാത്ര ചെയ്യുന്ന തൻ്റെ ശിഷ്യന്മാർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, കർത്താവ് എവിടെ ചെന്നാലും യേശുവിനെ മാനിക്കുമല്ലോ ആൾക്കാർ. എന്നാൽ ഈ ഗദരദേശത്തുള്ളതാകുന്ന ആളുകൾ കർത്താവിനെ മാനിക്കാതെ അവർ യേശുവിനെ ഈ ഊർ വിട്ട് നീ പോണം എന്ന് പറഞ്ഞ് കർത്താവിനെ തിരസ്കരിക്കുവാനിടയായി തീർന്നല്ലോ. അതൊരു എന്നുള്ളതായ ചിന്താഗതിയിൽ ഈ ശിഷ്യന്മാർ അവർ തിരികെ യാത്ര ചെയ്യുകയാണ്. ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ചുറ്റുപാടുമുള്ളതാകുന്ന ആളുകൾ എല്ലാവരും നമ്മെ ഓരോരുത്തരെയും അംഗീകരിക്കണം എന്ന് നിർബന്ധമില്ല. നമ്മെ സ്നേഹിക്കുന്ന പലരും ഉണ്ടാകും. അപ്പോൾ തന്നെ നമ്മെ സ്നേഹിക്കാത്തവർ, അംഗീകരിക്കാത്ത ആളുകളും നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ഉള്ള പല കൊലപാതകങ്ങളും പല ആത്മഹത്യകളും ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ അതിൽ പലർക്കും അവരുടെ മനോവിഭ്രാന്തി മുഖാന്തിരം ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെയൊക്കെ കാരണം, പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ സ്നേഹബന്ധങ്ങൾ അത് അറ്റുപോകുന്ന അനുഭവത്തിൻ്റെ മധ്യത്തിൽ അവരുടെ ജീവൻ തന്നെ ഉപേക്ഷിക്കുവാൻ ഭാവിക്കുന്നു. അനേക മരണങ്ങൾ. ഒരു വാക്ക് ഒരാളിൽ നിന്ന് കേൾക്കുന്നു, ആ വാക്ക് അവർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ മുമ്പും പിമ്പും നോക്കാതെ വണ്ണം ആത്മഹത്യ ചെയ്യുന്ന
ഉം, ആ, അത്തരത്തിലുള്ളതായ പ്രവണതകൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ഞാനും നിങ്ങളും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകളുടെ വാക്കുകളാണ്, അവരുടെ ആ, ഭാവങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമുക്കൊരു ഉത്തമമായ മാതൃക കാണിച്ചു തരുന്നു. യേശുവിനെ അംഗീകരിക്കാത്തവരുടെ ഇടയിൽ ഒത്തിരി ഒന്നും നേരം സമയം ചെലവഴിക്കുവാൻ കർത്താവിന് മനസ്സില്ല. തന്നെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ഇടയിലേക്ക് കർത്താവ് തിരികെ പോകുവാൻ ഇടയായിത്തീർന്നു. നമ്മെ സ്നേഹിക്കാത്തവരുടെയും ആദരിക്കാത്തവരുടെയും സാന്നിധ്യമാണ് കൂടുതൽ നാം അനുഭവിച്ചറിയുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന അനേക ആളുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, പറയുന്ന, കേൾക്കുന്ന വാക്കുകളുടെ മധ്യേ പിടിച്ചു നിൽക്കുവാൻ സാധിക്കാതെ ദുർബലരായി പലരും ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നു. എന്നാൽ ഇവിടെ യേശുക്രിസ്തു എന്തു ചെയ്തെന്ന് വെച്ചാൽ, കർത്താവ് ആ ദേശത്ത് നിന്ന് താൻ പടക് കയറി ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഗദരദേശത്തു നിന്ന് ഗലീലായുടെ പ്രദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അതുവരെയും അവിടെയുള്ളതാകുന്ന ആളുകൾ കർത്താവിനെ മാനിച്ചില്ലല്ലോ എന്നുള്ളതായ ചിന്താഗതിയിലായിരുന്നു അവർ യാത്ര തുടരുവാൻ ഇടയായിത്തീർന്നത്. എന്നാൽ ആ ചെറുപടക് ഗലീല കടലിൻ്റെ ആ കരയോടടുക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് ഇതാ ഗലീല കടലിൻ്റെ കരയിൽ നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞു കുട്ടികളും അടക്കെ അനേക ആളുകൾ യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അവരെന്തിനാ വന്നെന്ന് ചോദിച്ചാൽ, വചനം പറയുന്നു, അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. യേശുവിൻ്റെ പടക് ഈ കരയ്ക്കടുക്കുമ്പോൾ തന്നെ അവിടെയുള്ളതാകുന്ന ആളുകൾ പറയുകയാ, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു പറയുന്ന മാർത്തയും മറിയയും യേശുവിന് വേണ്ടി കാത്തിരിക്കുക. വളർച്ചയിൽ കുറിയവനാണെങ്കിലും യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തെ പ്രതി കുള്ളൻ സക്കായി അവൻ കാട്ടത്തിൻ്റെ മേളിൽ വലിഞ്ഞു കയറിയിരിക്കുക. എന്തിനാ അങ്ങനെ കയറിയെന്ന് ചോദിച്ചാൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അവർ എല്ലാം അവനായി കാത്തിരിക്കുകയായിരുന്നു. 12 സംവത്സരക്കാലം രക്തസ്രാവക്കാരത്തിയായ സ്ത്രീ യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വന്നിരിക്കുക. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് അവളെപ്പോലെയുള്ള അനേക ആളുകൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യമാകുമെന്ന് വിചാരിക്കുന്ന ആ പ്രമാണി യേശുവിന് വേണ്ടി കാത്തിരിക്കുക. അവർ എല്ലാവരും എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ, വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇന്നെന്നെ കേൾക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ ഇഷ്ടമില്ലാത്ത ആളുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. എന്നാൽ യേശു തന്നെ ഇഷ്ടമില്ലാത്തവരുടെ ഇടയിൽ പാർക്കുവാനല്ല ആഗ്രഹിച്ചത്, മറിച്ച് തന്നെ ഇഷ്ടപ്പെടുന്ന, തന്നെ സ്വാഗതം ചെയ്യുന്ന, തന്നെ സ്വീകരിക്കുന്ന, സന്തോഷത്തോടുകൂടെ വരവേൽക്കുന്നവരുടെ മധ്യത്തിൽ വാഴുവാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന അനേക ആയിരങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ആ ഗലീല കടലിൻ്റെ കരയിൽ അവർ ഒന്നിച്ചുകൂടി യേശുവിനെ വരവേറ്റെങ്കിൽ, നിങ്ങളെ വരവേൽക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ആളുകൾ എൻ്റെയും നിങ്ങളുടെയും മധ്യത്തിൽ ഉണ്ട് എന്ന് ഉള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഏതൊക്കെയോ അനുഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായതായ ഏതൊക്കെയോ തിക്താനുഭവങ്ങൾ മുഖാന്തിരം ഇന്നും പല ആളുകളും അവർ നിന്ദിതരായി ഭാരപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാഗൽഭ്യത്തോടുകൂടെ നിൽക്കുവാൻ അവർക്ക് സാധിക്കാതെ വണ്ണം പല ആളുകളും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇന്ന് താങ്കളോട് ഈ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുകയാണ്, അവർ എല്ലാവരും അവനായിട്ട് കാത്തിരുന്നു. അവർ എല്ലാവരും യേശുവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മുടെ സാന്നിധ്യത്തിന് വേണ്ടി ആശിക്കുന്ന അനേക ആളുകൾ എനിക്കും നിങ്ങൾക്കും മുമ്പിൽ ഉണ്ട്, നമ്മളുടെ ചുറ്റുപാട് ഉണ്ട് എന്ന് ഈ തിരുവെഴുത്ത് നമ്മോട് പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകം ഇപ്രകാരം യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു, അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുക ആയിരുന്നു.